എല്ലാവർക്കും നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് കാലമായിട്ട് ചെയ്യാൻ ഇങ്ങനെ ഡിലേ ആയിട്ടിരിക്കുന്ന ഒരു പേപ്പറാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ S4ൻ്റെ ഈ ഒരു പേപ്പറും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് S4ൻ്റെ എല്ലാ പേപ്പറുകളും നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് MAT 206 ഗ്രാഫ് തിയറി ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇത് S4 CSE സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. അതല്ലാതെ IT സ്റ്റുഡൻസ് അങ്ങനെ കുറച്ച് പേരും കൂടെ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. എന്തായാലും മെയിനായിട്ട് CSE S4 CSEക്കാരാണ് ഈ ഒരു പേപ്പർ പഠിക്കുന്നത്. അപ്പോൾ ഇത് 2019 സ്കീമാണ്, S4ൻ്റെ പേപ്പറാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പാർട്ട് 1 ആണ് ഇത്. ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് സിലബസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. MAT 206 ഗ്രാഫ് തിയറി ടെക്സ്റ്റ് ബുക്ക് വരുന്നത് നരസിംഗ് DO എന്ന് പറഞ്ഞ ഒരു ഓതറിൻ്റെ ഗ്രാഫ് തിയറി വിത്ത് അപ്ലിക്കേഷൻസ് ടു എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന പേപ്പർ, ആ ഒരു ബുക്കാണ് നമ്മുടെ ഇവിടെ റെഫറൻസ് ബുക്കായിട്ട് വരുന്നത്. ഇതാണ് അതിൻ്റെ കവർ പേജ്. ഓക്കെ, അപ്പോൾ ഇത് നെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നെറ്റിൽ ഇത് അവൈലബിൾ ആണ്. നമ്മുടെ ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലിലും നമ്മൾ കിട്ടുവാണെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമുക്ക് ഈ ഒരു പേപ്പർ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. ബേസിക് ആയിട്ടുള്ള ഗ്രാഫിൻ്റെ ബേസിക് ഐഡിയാസ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ, ബേസിക് ഡെഫിനിഷൻസ് പഠിക്കണം. കുറേ ഡെഫിനിഷൻസ് ഉണ്ട് ഈ ഗ്രാഫ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ്സ്, പിന്നെ ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ് ആൻഡ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്, ഇൻസിഡൻസ് ആൻഡ് ഡിഗ്രി, ഐസൊലേറ്റഡ് വെർട്ടെക്സ്, pendant vertex, null graph, path, circuits, isomorphism, subgraph, walk, paths and circuits, connected graph, disconnected graph, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ഡെഫിനിഷൻ എന്താണ് ഗ്രാഫ് എന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഗ്രാഫ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാഫ് പറയുന്നതിന് മുമ്പ് എന്താണ് ഗ്രാഫ് തിയറി എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഏതൊക്കെ ലെവലിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ലെവലിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് നിങ്ങളൊരു ഒരു ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രാഫ് തിയറിയുടെ അപ്ലിക്കേഷൻസ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പാണ്, അല്ലേ? ഗൂഗിൾ മാപ്പിൽ ഓരോ നമ്മൾ ഇപ്പോൾ ഒരു റൂട്ടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷനിൽ നിന്നും കറണ്ട് ലൊക്കേഷനിൽ നിന്നും നമുക്ക് ഡെസ്റ്റിനേഷൻ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്ഥലം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്ത് കാണിക്കും, അല്ലേ? ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്യുന്ന. ഇനി സപ്പോസ് അതിനകത്ത് നമുക്കൊരു അഡീഷണൽ ഒരു സ്റ്റോപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മളൊരു സ്റ്റോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ABC എന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു സ്റ്റോപ്പുകൾ ഉണ്ടാവും, അല്ലേ? ഓൾറെഡി Aയും Bയും ഉണ്ടാവും, അതായിരിക്കും നമ്മുടെ ഓൾറെഡി ഉള്ള രണ്ട് പോയിന്റുകൾ. പിന്നെ നമ്മളൊരു C എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം നമുക്ക് ആ ഗ്രാഫ് ഇങ്ങനെ കാണാം. ഇവിടെയാണ് A എന്ന് പറഞ്ഞ പൊസിഷനായിട്ട് കാണിക്കുക. പിന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു സ്ഥലത്താണ് B എന്ന് വിചാരിക്കും. ഇൻ ബിറ്റ്വീൻ ഇതാണ് നമ്മുടെ C എങ്കിലും ഇവിടെ C കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മുടെ ആ ഒരു ABC എന്നുള്ള ഓർഡറിങ് നമ്മൾ മാറ്റാത്തതുകൊണ്ട് ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്, അല്ലേ? ഇതാണ് സത്യം പറഞ്ഞ ഈ ഗ്രാഫ് എന്ന് പറഞ്ഞ സംഗതി. ഇതാണ് ഇതിൽ Aയും Bയും Cയും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ ഡിസ്റ്റൻസ് എങ്ങനെ നമ്മൾ കണക്റ്റഡ് പോയിന്റ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ വളരെ ഈസി ആയിട്ട് ഇത് കാണിച്ചു തരും. ഇതൊക്കെ എന്താണ് ഗ്രാഫ് തിയറിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. കമ്പ്യൂട്ടർ സയൻസിലുണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുണ്ട്, സോഷ്യൽ സയൻസിലുണ്ട്, അതുപോലെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ്, ഓപ്പറേഷൻ റിസർച്ച്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടല്ലോ, സോഷ്യൽ കണക്ടിവിറ്റി എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ സോഷ്യൽ കണക്ടിവിറ്റി ഒക്കെ ഈ പറയുന്ന ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ഷേക്ക് ഹാൻഡ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ലോകത്തുള്ള രണ്ട് ആളുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് മാക്സിമം 6 ഷേക്ക് ഹാൻഡ്സ് മതി എന്നുള്ള ആ ഒരു തിയറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്? ഇതിനൊക്കെ പുറകിൽ മാത്തമാറ്റിക്സും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗ്രാഫ് തിയറിയും കമ്പ്യൂട്ടർ സയൻസ് അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയൊക്കെ നമുക്ക്
ഈ സംഗതികളൊക്കെ കാണിച്ചു തരുന്നത് അല്ലേ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിന്റെ അപ്ലിക്കേഷനാണ് ഈ പറയുന്ന സംഗതികളൊക്കെ. അപ്പോൾ ഇതിന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഗ്രാഫുകൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. അതിന് ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഈ പ്രോബ്ലം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരു ബ്രിഡ്ജ് പ്രോബ്ലം ആണ് ഇത്. പ്രോബ്ലം വാസ് ടു സ്റ്റാർട്ട് അറ്റ് എനി ഓഫ് ദ 4 land areas of the cities A, B, C or D. Walk over each of the 7 bridges exactly once. ഈ കാണുന്ന ബ്രിഡ്ജുകൾ ക്രോസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം അറ്റ്ലീസ്റ്റ് നമുക്ക് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്തിട്ട് റിട്ടേൺ ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് വിത്തൗട്ട് സ്വിമ്മിങ് അക്രോസ് ദ റിവർ. സ്വിം ചെയ്യാതെ, റിവറിൽ ചാടി സ്വിം ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് ചെയ്തിട്ട് ഈ ഒരു എല്ലാ ബ്രിഡ്ജും ഒരു വൺസ് ക്രോസ് ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്താൻ പറ്റുമോ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഇത് പറ്റില്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കും. ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പാത്താണ് ഈ കാണുന്നതൊക്കെ. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മൾ പാത്ത്സ് കണക്ട് ചെയ്തിട്ടൊക്കെ പോകുന്നത്. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാം? ഇതിനകത്ത് ഗ്രാഫ് തിയറിയുടെ ഭാഗമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് എന്താണെന്നുള്ളത് ആദ്യമേ അങ്ങോട്ട് പഠിച്ചു വയ്ക്കാം. വാട്ട് ഈസ് എ ലീനിയർ ഗ്രാഫ് എന്നുള്ളത്. അപ്പോൾ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റ്, ഇവിടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇവിടെ ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആൻഡ് എയും ബിയും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ലൈനും വരയ്ക്കാം. ഇതെന്താണ്? ഒരു ഗ്രാഫാണ്. ഇത് ഒരു ഗ്രാഫാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറഞ്ഞ പോയിന്റിന് ഗ്രാഫിന്റെ വെർട്ടെക്സ് എന്നാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ വെർട്ടിസസ്, 2 പോയിന്റുകളൊന്നും വെർട്ടിസസ് എന്ന് പറയും. വെർട്ടെക്സ്, എയും ഒരു വെർട്ടെക്സ് ആണ്, ബിയും ഒരു വെർട്ടെക്സ് ആണ്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ഈ ഒരു പാത്ത്, ആ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? എഡ്ജ് എന്ന് പറയും. എന്താ പറയുന്നത്? എഡ്ജ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 2 സെറ്റ്സ്. ഏതൊക്കെയാണ് ആ 2 സെറ്റുകൾ? ഒരു സെറ്റ് വി എന്ന് നമ്മൾ എടുക്കും, ഒരു സെറ്റ് ഇ എന്ന് എടുക്കും. ഈ വി എന്ന് പറഞ്ഞ സെറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വെർട്ടിസസിന്റെ സെറ്റ്. ഈ വെർട്ടിസസിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടെ പറയും, നോഡ്സ് എന്ന് പറയും കേട്ടോ. എന്താ പറയുന്നത്? നോഡ്സ്. ഓക്കെ, നോഡ്സ് ഓർ വെർട്ടിസസ്. അപ്പോൾ വെർട്ടിസസിന്റെ കളക്ഷൻ, അതിനെയാണ് നമ്മൾ വി എന്ന് പറയുന്നത്. ആൻഡ് ആ വെർട്ടിസസ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന എഡ്ജുകളുടെ കളക്ഷനാണ് ഇ എന്ന് പറയുന്നത്. ഈ the set of all edges. ഓക്കെ, ആ എഡ്ജ് ഇ കെ എന്ന് പറഞ്ഞൊരു എഡ്ജ് നമ്മൾ പറയാം. എഡ്ജിനെ നമുക്ക് ഇ എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിക്കാം. E1, E2 എക്സെട്ര. വെർട്ടിസസ് നമുക്ക് V1, V2 എക്സെട്ര. പേരൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇനി മിക്കവാറും കേസുകളിൽ പേരുകളൊക്കെ ഉണ്ടാവും. പേര് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇ കെ എന്ന് പറഞ്ഞ ഒരു എഡ്ജ് വി ജെയും വി ഐയും വി ജെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജാണ്. അതൊരു അൺഓർഡേഡ് പെയർ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ V1 to V2, V2 to V1, അങ്ങനെ ഒരു ഡയറക്ഷൻ ഒന്നും നമുക്ക് അതിൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ കണക്റ്റഡ് ഓർ നോട്ട് എന്നുള്ളത് മാത്രം, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് പറയുള്ളൂ. വേറെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഗ്രാഫ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 2 സെറ്റ്സ്. ഓക്കെ, ആൻഡ് 1 set is called the set of all vertices or nodes, and the second set is called the set of all edges which connects the vertices. അല്ലെങ്കിൽ നോട്ട്സ് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വെർട്ടിസസിന്റെ ഒരു സെറ്റും ഇതിനകത്ത് ഉണ്ടാവും. The vertices Vi or Vj associated with the edge Ek called the end vertices of Ek. അതായത് ഇപ്പൊ നമ്മൾ Vi എന്ന് പറഞ്ഞൊരു വെർട്ടെക്സും Vj എന്ന് പറഞ്ഞൊരു വെർട്ടെക്സും കൂടെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എഡ്ജാണ് Ek എങ്കിൽ ഈ Vi Vj എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ പറയും? എൻഡ് വെർട്ടിസസ് ഓഫ് Ek എന്ന് പറയും. Ek എന്ന് പറയുന്ന എഡ്ജിന്റെ എൻഡ് വെർട്ടെക്സുകളാണ് ഈ വിഐയും വിജയും എന്ന് നമുക്ക് പറയാം. ആക്ച്വലി ഈ പറയുന്ന ഇ എന്ന് പറയുന്ന സെറ്റ്, ഈ E1 എന്ന് പറയുന്ന ഒരു എലമെന്റ്, E2 എന്ന് പറയുന്ന എലമെന്റ് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഡേർഡ് പെയർ ആണ് ശരിക്കും, അല്ലെ? ഒരു ഓർഡേർഡ് പെയർ, വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് വി. വിയിലുള്ള എലമെന്റുകളുടെ ക്രോസ് പ്രൊഡക്റ്റിൽ നിന്നും എടുക്കുന്നതാണ് E1, E2 എക്സെട്ര എന്ന് പറയാം നമുക്ക്. കാരണം E1 എന്ന് എഴുതണമെങ്കിൽ വി ഷുഡ് ഹാവ് 2 വെർട്ടിസസ്. 2 വെർട്ടിസസ് വേണം. ആ 2 വെർട്ടിസസ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന എഡ്ജ് ആണ് E1 എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓൾവേസ് ഈ വി എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? നോൺ എം ടി ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറ്റും അല്ലേ. ഇനി സപ്പോസ് ആ വി എന്ന് പറഞ്ഞത് എം ടി ആണെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് എ നൾ ഗ്രാഫ്. അത് നമുക്ക് പറയാം, നൾ ഗ്രാഫ് എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓബ്വിയസ്ലി ഈ ഒരു വി എന്ന് പറയുന്ന സെറ്റ് വെർട്ടിസസിന്റെ സെറ്റ് നോൺ എം ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇങ്ങനെ ഒരു V1 എന്ന് പറഞ്ഞ വെർട്ടെക്സ് മാത്രമായിട്ടും വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഗ്രാഫ്. ഇതൊരു ഗ്രാഫാണ്, കാരണം ഇതിനകത്ത് വി എന്ന് പറയുന്ന സെറ്റിനകത്ത് ആരുണ്ട്? V1 ഉണ്ട്. പക്ഷെ ഇ എന്ന് പറയുന്ന സെറ്റിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എഡ്ജ് സെറ്റ് വേണമെങ്കിൽ എം ടി ആവാം, കണക്റ്റഡ് അല്ലാതെ നമുക്ക് ഗ്രാഫുകൾ പറയാം. V1 മാത്രമായിട്ടുള്ള ഒരു ഗ്രാഫ്, V1 V2 എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ്, അത് രണ്ടും കൂടെ കണക്ട് ചെയ്യാൻ ഒരു എഡ്ജ് ഇല്ലെങ്കിലും അതിനെ നമ്മൾ എന്തായിട്ട് പറയും? ഗ്രാഫായിട്ട് തന്നെ പറയും. ഓക്കെ, അപ്പോൾ നോക്കുക അതിൻ്റെ താഴെ ദ മോസ്റ്റ് കോമൺ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രാഫ് ഈസ് ബൈ മീൻസ് ഓഫ് എ ഡയഗ്രാം. ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് കൂടുതലും നമ്മൾ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ പറയുമെങ്കിലും കൂടെ ഇൻ വിച്ച് ദ വേർട്ടിസസ് ആർ റെപ്രസെൻറ്റഡ് ആസ് പോയിന്റ്സ് ആൻഡ് എഡ്ജസ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ എൻഡ് വേർട്ടിസസ്. ഓക്കെ, ഈ വെർട്ടെക്സിന് നമ്മൾ പോയിന്റ്സ് എന്ന് കൂടെ ഒരു പേര് പറയും കേട്ടോ. പോയിന്റ്സ് എന്ന് പറയും, നോട്ട്സ് എന്ന് പറയും, വെർട്ടെക്സ് എന്ന് പറയും. അതുപോലെ തന്നെ എഡ്ജിനെ നമ്മൾ പാത്ത് എന്നും കൂടെ പറയാറുണ്ട്, പാത്ത് എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വെർട്ടിസസ് ആൻഡ് എഡ്ജസ് അല്ലെങ്കിൽ നോട്ട്സ് ആൻഡ് എഡ്ജസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ നോക്കാം, ഇപ്പോൾ ഈ കാണുന്നത് എന്താണ്? ഈ വിൽ ടേക്ക് ഇറ്റ് ആസ് V1. ഇതൊരു വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫാണ്. ദിസ് വൺ ഇസ് എ ഗ്രാഫ്. ഓക്കെ, ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ് വൺ വി ക്യാൻ ഹാവ് സം V1 and V2. We can have an edge E1. Okay, then third one we have A, B and C. These are the three knots. We can connect these two and these two and these two. ഇത് എന്താണ്? ഒരു ഗ്രാഫാണ്. വി ക്യാൻ ഹാവ് ദിസ് ആസ് E1, ദിസ് ആസ് E2 ആൻഡ് ദിസ് ആസ് E3. ഇതൊക്കെ എന്താണ്? ഗ്രാഫുകളാണ്. ആൻഡ് ഇവിടെ ഈ ഒരു ഗ്രാഫിനകത്ത് വെർട്ടെക്സ് സെറ്റിനകത്ത് ആരുണ്ട്? V1 ഉണ്ട്. എഡ്ജ് സെറ്റിനകത്ത് ആരുമില്ല അല്ലേ. അതുപോലെ തന്നെ ഇവിടെ വെർട്ടെക്സ് സെറ്റിനകത്ത് ആരൊക്കെ ഉണ്ട്? V1 ഉം V2 ഉണ്ട്. എഡ്ജ് സെറ്റിനകത്ത് ആരാ ഉള്ളത്? E1 മാത്രം. ഇവിടെ വെർട്ടെക്സ് സെറ്റിനകത്ത് A ഉണ്ട്. You can have A, B and C. Obviously നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക, ക്യാപിറ്റൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൻഡ് E എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ആരൊക്കെ ഉണ്ട്? E1 ഉണ്ട്, E2 ഉണ്ട്, E3 ഉണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, E1ന്റെ എൻഡ് വെർട്ടിസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? E1ന്റെ എൻഡ് വെർട്ടിസസ് എയും ബിയും ആണ്, അല്ലെങ്കിൽ ബിയും എയും ആണ്. ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഇല്ല നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ E2ന്റെ എൻഡ് വെർട്ടിസസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ബിയും സിയും ആണ്. അതുപോലെ E3യുടെ എൻഡ് വെർട്ടിസസ് എന്ന് പറയുന്നത് എയും സിയും ആണ്. ഇവിടുത്തെ E1ന്റെ എൻഡ് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ V1 V2 ആണ്. രണ്ട് വെർട്ടെക്സ് മാത്രമാണല്ലോ ഉള്ളത് അല്ലേ. ഇപ്പോൾ സപ്പോസ് വേറൊരു നാലാമത്തെ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് പറയാം. We can have two vertices V1, V2 and V3. Okay, and we have V4. This is E1, this is E2 and this one is E3. This is again a graph. ഇതൊരു ഗ്രാഫാണ് അല്ലേ. ഇതിലെ വെർട്ടെക്സ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? V1, V2, V3 and V4. ഓക്കെ, 4 വെർട്ടെക്സ് ഉണ്ട്. ആൻഡ് എഡ്ജ് സെറ്റ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? E1, E2 ആൻഡ് E3 ആണ്. ഓക്കെ, ഇവിടെ ആരുമായിട്ടൊരു കണക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. V3 ആയിട്ട് ഈ പറയുന്ന എഡ്ജസ് ഒന്നും കണക്റ്റഡ് അല്ല, വെർട്ടിസസ് ഒന്നും എന്തല്ല, കണക്റ്റഡ് അല്ല. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്, വേറെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ആസ് യൂഷ്വൽ ഇറ്റ്സ് എ ഗ്രാഫ് അഗൈൻ. ആൻഡ് അഞ്ചാമത്തെ ഒരു ഗ്രാഫ് നോക്കൂ. V1 and V2 we have two, and there is a connection between these two, and we have one more connection like this. Okay, this is E1 and this is E2. We have vertices set V1 and V2 and edge set E1 and E2. ഇവിടെ ഈ എഡ്ജിന് എന്താ ഒരു പ്രത്യേകത? ഇറ്റ് കണക്ട്സ് E1 to E1, V1 to V1. V1നെ V1ലേക്ക് തന്നെ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജാണ് അല്ലേ ഇത്. അങ്ങനെയും എഡ്ജുകൾ ഉണ്ടാവാം. ഇനി V1ൽ നിന്നും V2ലേക്ക് വേറെയും എഡ്ജുകൾ ഉണ്ടാവാം. ഓക്കെ, അങ്ങനെയും എഡ്ജുകൾ വരാം. അപ്പോൾ വി ക്യാൻ ഹാവ് ദിസ് ആസ് E3. Therefore we will add one more E3 here. ഇതിനകത്ത് E3 കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഗ്രാഫുകൾക്ക് എക്സാമ്പിൾ ആണ്. ശരിയല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ ഇവിടെയും
അതുപോലെ ഒരു ഗ്രാഫിന് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പറയാം ഏതൊക്കെയാണ് എഡ്ജസ്, ഏതൊക്കെയാണ് കണക്റ്റഡ് ആയിട്ടുള്ള വേർട്ടിസസ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് ഡെഫിനിഷൻസും പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. An edge to be associated with a pair vi and vi having the same vertex as both end vertices is called a self loop, അല്ലെങ്കിൽ simply we can call it as a loop. അതായത് ഇപ്പോൾ ഈ E1 എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് എ ലൂപ്പ് ബിക്കോസ് ഇറ്റ് കണക്ട്സ് V1 ആൻഡ് V1. V1ൽ നിന്നും V1ലേക്ക് തന്നെയാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? അതിന്റെ രണ്ട് എൻഡ് വേർട്ടിസസും ആര് തന്നെയാണ്? ഒരേ വെർട്ടെക്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന എഡ്ജിനെയാണ് നമ്മൾ എന്ത് പറയാം? സെൽഫ് ലൂപ്പ് എന്ന് പറയാം. സെൽഫ് ലൂപ്പ് അല്ലെങ്കിൽ നമ്മൾ അതിനെ സിംപ്ലി ലൂപ്പ് എന്ന് പറയാം. അപ്പോൾ ദിസ് E1 ഇസ് എ ലൂപ്പ്. ഇതെന്താണ്? ഒരു ലൂപ്പാണ്. ഓക്കെ, ദെൻ more than one edge associated with a given pair of vertices. ഒരേ പെയർ ഓഫ് വെർട്ടിസസിനോട് അസോസിയേറ്റ് ചെയ്യുന്ന മോർ ദാൻ വൺ എഡ്ജ്, ഒന്നിൽ കൂടുതൽ എഡ്ജുകൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ E5ഉം E4ഉം നിങ്ങൾക്ക് ഇവിടെ കാണാം. E5 ആൻഡ് E4 അതിന്റെ രണ്ടിന്റെയും എഡ് വെർട്ടിസസ് ആരൊക്കെയാണ്? V1 ആൻഡ് V3 ആണ് അല്ലെ? അതായത് ഒരു രണ്ട് പോയിന്റുകൾ, രണ്ട് വെർട്ടിസസ്, രണ്ട് നോട്ട്സ് ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ എഡ്ജസ് ആണെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് പാരലൽ എഡ്ജസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? പാരലൽ എഡ്ജസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചപ്പോൾ വെർട്ടെക്സ് എന്താണ്, നോഡ് എന്താണെന്ന് പഠിച്ചു. അത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന, രണ്ട് നോട്ട്സ് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നോട്ട്സ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയാന്ന് പഠിച്ചു അല്ലെ? ദെൻ ഒരേ പോയിന്റ് തന്നെ കണക്ട് ചെയ്യാനായിട്ട് ഒന്നിൽ നിന്ന് തുടങ്ങി അതിൽ തന്നെ അവസാനിക്കുകയാണെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് എ ലൂപ്പ് അല്ലെങ്കിൽ സെൽഫ് ലൂപ്പ് എന്ന് പഠിച്ചു. പിന്നെ രണ്ട് വെർട്ടെക്സുകളെ കണക്ട് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ പാത്തുകളിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ എഡ്ജസ് ഉണ്ട് രണ്ട് പോയിന്റ്സ് കണക്ട് ചെയ്യാനായിട്ട് എങ്കിൽ അതിനെ നമ്മൾ പാരലൽ എഡ്ജസ് എന്നും പറയും. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്ന E1 E2 E5 ആൻഡ് E4 ആർ പാരലൽ എഡ്ജസ്. E4 ആൻഡ് E5 ആർ പാരലൽ എഡ്ജസ്. അത് രണ്ടും എന്താണ്? പാരലൽ എഡ്ജസ് ആണെന്ന് പഠിക്കാം. Okay, these two are parallel edges and E1 is a self loop or loop. Okay, clear ആണല്ലോ? ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഓക്കെ, ഡെഫിനിഷൻ പറഞ്ഞിട്ട് നമുക്ക് പറയാം. A graph that has neither self loops nor parallel edges is called a simple graph. ഒരു ഗ്രാഫിൽ ഇപ്പോൾ സെൽഫ് ലൂപ്പുകളും ഇല്ല, പാരലൽ എഡ്ജസും ഇല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫ്, വി ഹാവ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ദിസ് ഇസ് V1, V2 and V3. E1, E2 and E3. We have no self loops, no parallel edges. This type of graph is called simple graph. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? സിമ്പിൾ ഗ്രാഫ് എന്ന് പറയാം. വേറെ എക്സാമ്പിൾ കൂടെ പറയാൻ നമുക്ക് തന്നെ. Suppose we have 4 vertices V1, V2, V3, V4 and we can draw like this V1 to V4 and we can also draw like this V3 to V2. This is again a simple graph. ഇതും എന്താണ്? സിമ്പിൾ ഗ്രാഫ് ആണ്. ബിക്കോസ് രണ്ട് വെർട്ടെക്സ് തമ്മിൽ ജോയിൻ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ പാത്തുകൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല, ഒന്നിൽ കൂടുതൽ എഡ്ജസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. V1ൽ നിന്നും V2ലേക്ക് ഒരേ ഒരു എഡ്ജേ ഉള്ളൂ, വി കോൾ ഇറ്റ് ആസ് E1. V2ൽ നിന്നും V4ലേക്ക് ഒരു എഡ്ജേ ഉള്ളൂ, ഇറ്റ് ഇസ് E2. V4ൽ നിന്നും V3ലേക്ക് ഒരു എഡ്ജ് ആണുള്ളത്, ഇറ്റ് ഇസ് E3. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് E4, പിന്നെ ഈ ഒരു എഡ്ജ് E5, ഇത് E6. ഓക്കെ, ഇത്രയും എഡ്ജസ് ആണുള്ളത്. ഒന്നും തന്നെ എന്തല്ല, പാരലൽ എഡ്ജസും അല്ല, ഇവിടെ സെൽഫ് ലൂപ്പുകളും ഇല്ല. Therefore we will call this as a simple graph. ഇതിനെ നമ്മൾ എന്ത് പറയും? സിമ്പിൾ ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, എ ഗ്രാഫ് ഇസ് ഓൾസോ കോൾഡ് എ ലീനിയർ കോംപ്ലക്സ്. ഗ്രാഫിന് പറയുന്ന മറ്റ് 2-3 പേരുകളാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഒരു ലീനിയർ കോംപ്ലക്സ് എന്ന് പറയും, എ വൺ കോംപ്ലക്സ് ഓർ എ വൺ ഡയമെൻഷണൽ ഗ്രാഫ് എന്ന് പറയും. വൺ കോംപ്ലക്സ് ഓർ വൺ ഡയമെൻഷണൽ ഗ്രാഫിനൊക്കെ നമ്മൾ ഈ ഗ്രാഫിന് പറയാറുണ്ട്. എ വെർട്ടെക്സ് ഇസ് ഓൾസോ റിഫർഡ് ആസ്, വെർട്ടെക്സ് എന്ന് പറയുന്ന മറ്റു പേരാണ് നോഡ്, ജംഗ്ഷൻ, പോയിന്റ്, സീറോ സെൽ ഓർ സിംപ്ലെക്സ്. സീറോ സിംപ്ലെക്സ്, ഇങ്ങനെ ഈ പേരുകളൊക്കെ ആർക്ക് പറയും? നോഡ്സിന് അല്ലെങ്കിൽ വെർട്ടിസസിന് വേണ്ടി നമ്മൾ പറയും. അതർ ടേംസ് യൂസ്ഡ് ഫോർ എഡ്ജസ് ആർ
branch, line, an element, a one cell, an arc, or one simplex എന്നൊക്കെ പറയുന്നത് എന്തിനെ പറയുന്ന പേരാണ്? എഡ്ജിന് പറയുന്ന പേരാണ്. ഓക്കെ, ഇപ്പൊ നോഡ്, ജംഗ്ഷൻ പോയിന്റ്, സീറോ സെല്ല്, സീറോ സിംപ്ലെക്സ് എന്നൊക്കെ പറയുന്നത് എന്തിനു പറയുന്നതാണ്? വെർട്ടെക്സിന് പറയുന്നതാണ്. ബ്രാഞ്ച്, ലൈൻ, എലമെന്റ്, വൺ സെൽ, ആർക്ക്, വൺ സിംപ്ലെക്സ് എന്നൊക്കെ പറയുന്നത് എന്തിന് യൂസ് ചെയ്യുന്ന അതർ ടേംസ് ആണ്, ടെർമിനോളജീസ് ആണ്, എഡ്ജസിന് യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് ആണ്. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. ദെൻ മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത് എന്താണ്? അഡ്ജസൻറ്റ് വേർട്ടിസസ് എന്നുകൂടെ പറഞ്ഞ് നമുക്ക് ഇവിടെ ഇന്നത്തെ ഇനി ഉണ്ടോ അറിയാനില്ല, ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, നോക്കാം എന്താണ് അഡ്ജസൻറ്റ് വേർട്ടിസസ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കുക, അഡ്ജസൻറ്റ് വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ എനി പെയർ ഓഫ് നോഡ്സ് ദാറ്റ് ഇസ് കണക്റ്റഡ് ബൈ എൻ എഡ്ജ് ഇൻ എ ഗ്രാഫ് ഇസ് കോൾഡ് അഡ്ജസൻറ്റ് നോഡ്സ്. ഇപ്പം ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാം. V1, V2, V3, V4. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. E1, E2, E3. ഓക്കെ, ഇവിടെ ഈ V1 എന്ന് പറഞ്ഞ നോഡുണ്ട്, V2 എന്ന് പറഞ്ഞ നോഡുണ്ട്, V4 ഉണ്ട്, ആൻഡ് V3 വി ഹാവ്. ദിസ് ഇസ് എ ഗ്രാഫ് അല്ലേ? ഇതൊരു ഗ്രാഫാണ്. ആൻഡ് ഇതിനകത്ത് എനി പെയർ ഓഫ് നോഡ്സ് ഇസ് കണക്റ്റഡ് ബൈ എൻ എഡ്ജ് ഇൻ എ ഗ്രാഫ് ദാറ്റ് ഇസ് കോൾഡ് ആൻ അഡ്ജസൻറ്റ് നോഡ്സ്. രണ്ട് നോഡുകൾ, ഏതെങ്കിലും രണ്ട് നോഡുകൾ V1 ഉം V2 അത് കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഇവിടെ ഉണ്ട്. Therefore we will call V1 and V2 as adjacent edges അല്ലെങ്കിൽ adjacent nodes എന്ന് പറയും. V1 and V2 എന്ത് പറയും നമ്മൾ? adjacent nodes അല്ലെങ്കിൽ adjacent vertices എന്ന് പറയും. അതുപോലെ തന്നെ V2, V4 are adjacent nodes and V1, V4 are adjacent nodes. ഇതൊക്കെ എന്താണ്? adjacent nodes ആണ്. ഏതെങ്കിലും രണ്ട് വെർട്ടിസസിനെ അല്ലെങ്കിൽ നോഡ്സിനെ ഒരു പാത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ അഡ്ജസൻറ്റ് വെർട്ടിസസ് എന്ന് പറയുന്നത്. ആൻഡ് V3 ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു എനി ഓഫ് ദീസ് വെർട്ടിസസ്. V3 ഈ പറയുന്ന ഒരു വെർട്ടിസസുമായിട്ടും അഡ്ജസൻറ്റ് അല്ല. ഓക്കെ, V3 ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് എനി ഓഫ് ദ അതർ വെർട്ടിസസ്. നോക്കാം, ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ഇതേ കേസിൽ പറയാം. V1, V2, V4 and V3 we have. And this is the two edges. We will connect V1 and V2. Which are the adjacent edges? ഇതിൽ ഏതാണ് അഡ്ജസൻറ്റ്, നോട്ട് അഡ്ജസൻറ്റ് എഡ്ജസ്, അഡ്ജസൻറ്റ് നോട്ട്സ് ഏതൊക്കെയാണ്? വേർട്ടിസസ് ഏതൊക്കെയാണ് അഡ്ജസൻറ്റ് വേർട്ടിസസ് എന്ന് പറയുന്നത്? V1 and V2 are adjacent vertices and V4 and V1 are adjacent vertices. Not V4 and V2. V4, V2 എന്തല്ല? adjacent vertices അല്ല, because they are not connected by an edge. ഒരു എഡ്ജുമായിട്ട് അത് കണക്റ്റഡ് അല്ല അല്ലേ? ഇങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് പറയാം, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് നോട്ട് അഡ്ജസൻറ്റ് ആയിട്ടുള്ള എഡ്ജസ് അല്ല, അഡ്ജസൻറ്റ് ആയിട്ടുള്ള നോഡ്സ് അല്ല എന്ന് നമുക്കത് പറയാം. ആൻഡ് ഒബ്വിയസ്ലി V3 ഒന്നുമായിട്ടും അഡ്ജസൻറ്റ് അല്ല. ഓക്കെ, അപ്പോൾ അഡ്ജസൻറ്റ് വേർട്ടിസസ് അല്ലെങ്കിൽ അഡ്ജസൻറ്റ് നോഡ്സ് എന്താണെന്ന് കിട്ടിയല്ലോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു ഗ്രാഫിന് നമുക്ക് പേര്, നമ്മൾ സാധാരണ ഗ്രാഫ് പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഗ്രാഫ് വിത്ത് P vertices and Q edges. P verticesഉം Q edgesഉം ഉള്ള ഒരു ഗ്രാഫിനെ നമ്മൾ ഒരു PQ ഗ്രാഫ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഒരു PQ ഗ്രാഫ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ട്രിവിയൽ ഗ്രാഫിൻ്റെ കാര്യം കൊണ്ടിരിക്കട്ടെ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നേരത്തെ എഴുതിയ പോലത്തെ ഒരു ഗ്രാഫ്, ഇപ്പോൾ V1, V2 ആൻഡ് V3 മൂന്ന് പോയിന്റ്സ് ഉണ്ട്. We have E1 and E2. Two edges are there. Okay. So ഇവിടെ നമ്മൾ എന്താണ് പറയുക? ദിസ് ഇസ് എ ഗ്രാഫ് വിത്ത് 3 vertices and 2 edges. 3-2 ഗ്രാഫ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. 3-2 ഗ്രാഫ്. 3. അപ്പോൾ ഓർഡേഡ് പെയർ എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, ഫസ്റ്റ് വൺ ഇസ് നമ്പർ ഓഫ് vertices and second one is number of edges. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് കോൾഡ് എ 3-2 ഗ്രാഫ്. ഇതിനെ നമ്മളൊരു 3-2 ഗ്രാഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ അതേപോലെ ആണെങ്കിൽ ഇപ്പോൾ ഗ്രാഫ് 1-0 ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാഫ് 1-0 ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ട്രിവിയൽ ഗ്രാഫ് എന്നാണ് പറയുന്നത്. എന്താ പറയുക? ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയും. ബിക്കോസ് ആ ട്രിവിയൽ ഗ്രാഫിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വി ഹാവ് V1 ഓൺലി. ദർ ഇസ് നോ എഡ്ജ്. ഇവിടെ ഒരൊറ്റ വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ. എന്തില്ല? എഡ്ജ് ഇല്ല. എഡ്ജ് 0 ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഗ്രാഫിന്, ഈ ഒരു ഗ്രാഫിന്, ഒരു വെർട്ടെക്സ് മാത്രമുള്ള ഗ്രാഫിനെയാണ് നമ്മൾ എന്താ പറയുക?
ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു പി ക്യു ഗ്രാഫ് എന്നുള്ളത് മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്പർ സ്റ്റാൻഡ്സ് ഫോർ ദ വെർട്ടിസസ് ആൻഡ് സെക്കൻഡ് നമ്പർ സ്റ്റാൻഡ്സ് ഫോർ the edge of the graph. Okay, 10 is called a trivial graph. That is, trivial graph is a graph with only single vertex. ഒരേ ഒരു വെർട്ടെക്സ് മാത്രമുള്ള ഗ്രാഫിനെയാണ് നമ്മൾ എന്താ പറയുക, ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയാം. Now what is isolated vertex? ഒരുപാട് ഡെഫിനിഷൻസ് ആണ് കേട്ടോ, ഒരുപാട് ഡെഫിനിഷൻസ് ആണ്. ഒക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്താണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ? ഇഫ് എ വെർട്ടെക്സ് ദാറ്റ് ഇസ് നോട്ട് അഡ്ജസൻറ്റ് ടു any other vertices, then that vertex is called an isolated vertex. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ രണ്ട് എക്സാമ്പിൾ നമ്പർ 1 ആൻഡ് എക്സാമ്പിൾ നമ്പർ 2 രണ്ടിലും എന്ത് ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആണ്? V3 ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് കണക്റ്റഡ് വിത്ത് എനി അതർ വെർട്ടെക്സ്. വേറെ ഒരു നോഡുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത നോഡിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് നോഡ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഇവിടെ V4ഉം V2ഉം കണക്റ്റഡ് അല്ല. ഓക്കെ, V4ഉം V2ഉം കണക്റ്റഡ് അല്ല, but still it is not isolated vertex because V4 is connected to V1 and V2 is also connected to V1. V1ഉം ആയിട്ട് V4നും V2നും കണക്ഷൻ ഉണ്ട്. അപ്പോൾ V4 എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സ് ഏതെങ്കിലും ഒരു നോഡുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? പക്ഷേ ഇവിടെ V3യുടെ കേസ് അങ്ങനെയല്ല. V3 ആരുമായിട്ടും കണക്റ്റഡ് അല്ല ബിക്കോസ് ദർ ഇസ് നോ എഡ്ജ് ബിറ്റ്വീൻ V3 and other vertices. Okay, അപ്പോൾ therefore V3 is an isolated vertex. Suppose we have an edge from V1 to V3, therefore V3 എന്താവില്ല, ഒരു isolated vertex ആവില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ isolated node എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു. എന്താണ് isolated node എന്ന് പറഞ്ഞാൽ? ഒരു നോഡ് that is not connected with any other nodes. Okay, that is not adjacent to any other vertices, then that vertex is called an isolated vertex or isolated node. Clear അല്ലേ? Okay, then ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രാഫ്. എന്താണ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്? A graph with a finite number of vertices as well as finite number of edges is called a finite graph. അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട് വിചാരിക്കും. We have a graph like this. ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്. ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് നോഡ്സ് ഉണ്ട്. എത്ര നോഡ്സ് ഉണ്ട്? 6 നോഡ്സ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ എത്ര വെർട്ടിസസ്, എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 4 5 6 7 അല്ലേ? 1 2 3 4 5 6 7 എഡ്ജസ് ഉണ്ട്. ഇതൊരു 6-7 ഗ്രാഫാണ് അല്ലേ? 6-7 ഗ്രാഫാണ്. ആൻഡ് ദിസ് ഇസ് ഫൈനൈറ്റ് ബിക്കോസ് it has a finite number of vertices and has a finite number of edges. ശരിയല്ലേ? We suppose we have a graph like this. ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്. ഇത് എങ്ങടാ പോകുന്നത് നമുക്കറിയില്ല. ഇൻഫിനിറ്റ്ലി മെനി വേർട്ടിസസ് ഉണ്ട്, ഇൻഫിനിറ്റ്ലി മെനി എഡ്ജസ് ഉണ്ട്. ഇനി ഇത് അവസാനിക്കില്ല, ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെയൊക്കെ പോയിന്റ്സ് ഉണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് പറയും? ഇൻഫൈനൈറ്റ് ഗ്രാഫ് ആയിട്ട് പറയാം. അവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടിസസും അല്ല, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസും ആയിരിക്കില്ല. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും, അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടിസസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറയുക. ഫൈനൈറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിസസും നമ്പർ ഓഫ് എഡ്ജസും ഫൈനൈറ്റ് ആയിട്ടുള്ള ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏകദേശം ഗ്രാഫിന്റെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എന്താണ് ഗ്രാഫ്? നമ്മൾ അതിൻ്റെ ആദ്യം ഒരു മോട്ടിവേഷൻ പറഞ്ഞു. എന്താണ് ഗ്രാഫ് തിയറി പഠിക്കാൻ നിങ്ങൾ അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഗ്രാഫ് തിയറിയുടെ ആപ്ലിക്കേഷൻ, എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് ഗ്രാഫ് എന്ന് പറഞ്ഞു അല്ലേ? ഗ്രാഫ് അതിനകത്ത് വെർട്ടെക്സും നോഡ്സും, വെർട്ടെക്സ് ഓർ നോഡ്സ്, അതുപോലെ തന്നെ എഡ്ജസ് എന്താണെന്ന് പറഞ്ഞു. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ഡെഫിനിഷൻസും കുറച്ച് എക്സാമ്പിൾസും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. കൂടുതൽ ഫർദർ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. S4ൻ്റെ ക്ലാസ്സുകൾ ബാലൻസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.